അശ്രദ്ധമായ മെട്രോ നിർമ്മാണത്തിൽ വലഞ്ഞ് കൊച്ചിയിലെ ജനങ്ങൾ. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര മുൻകരുതൽ ഇല്ലാത്തതായതോടെയാണ് മെട്രോ വികസനം ജനങ്ങൾക്ക് ദുരിതമാകുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള പൈലിംഗ് മൂലം കുടിവെള്ള പൈപ്പുകൾ തകരാറിലാകുന്നതാണ് നിലവിൽ ജനങ്ങളെ വലയ്ക്കുന്നത്. വിഷയത്തിൽ അടിയന്തര ഇടപെടലുകൾ ആവശ്യപ്പെടുകയാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും. ഞങ്ങൾ വെള്ളമില്ലാണ്ട് ഇന്നിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. 5 മണിക്ക് വരും 6 മണിക്ക് വരും എന്ന് പറഞ്ഞ് അവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ JCB കൊണ്ട് മാന്തി അപ്പോൾ ഇവിടെ പൊട്ടി. ഈ ഫയലടിച്ചേക്കണ ഈ കാണ മുഴുവനും കോടിക്കണക്കിന് രൂപ കൊടുത്ത് കാണ പണിതിട്ട് ആ കാണയിൽ മുഴുവനും ഫയലടിച്ച് വെച്ചേക്കണ ആരോട് പറയാനത്? മെട്രോ നിർമ്മാണത്തിനിടെയുള്ള പൈലിങ്ങിനിടെ കലൂരിൽ പൊട്ടിയ കുടിവെള്ള പൈപ്പ് ശരിയാക്കിയത് ഇന്നലെയാണ്. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ച് മണിക്കൂറുകൾക്കകം വീണ്ടും പൈപ്പ് പൊട്ടി. കുടിവെള്ളം മുടങ്ങിയതോടെ ജനങ്ങൾ റോഡിലിറങ്ങി പ്രതിഷേധിച്ചു. ഇവർ ആരെങ്കിലും ഒരാൾ ഈ പൈലിംഗ് നടക്കുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ആളുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് വേണോ വേണ്ടയോ ഇവിടെ എത്ര ഡെപ്തിലുണ്ട് പൈപ്പെന്നൊക്കെ ഒന്ന് ലേ ഔട്ട് എടുക്കണ്ടേ? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതൊന്നും ചെയ്യാതെയാണ് ഈ വർക്ക് കിടക്കുന്നത്. പറയുമ്പോൾ വളരെ നിരുത്തരവാദിത്വപരമായിട്ടാണ്. ഇന്നലെയൊക്കെ വെള്ളമില്ലാത്തവർക്ക് അടിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ 3 മണിയാകുമ്പോഴേക്ക് ശരിയാവും എന്നുള്ള ഉത്തരം. ഇന്ന് 3 മണിയായിട്ടും അത് ശരിയായിട്ടില്ല. ഇന്ന് വൈകുന്നേരം ശരിയായിട്ട് പമ്പിങ് തുടങ്ങുമ്പോഴാണ് അടുത്ത പൊട്ടൽ. മുൻകരുതലുകളില്ലാതെ പൈലിംഗ് നടത്തുന്നതാണ് പൈപ്പ് തകരാൻ കാരണമെന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത്. ട്രയൽ പിറ്റുകൾ എടുത്ത ശേഷം വേണം പൈലിംഗ് നടത്താൻ. എന്നാൽ KMRL ഈ നിർദ്ദേശം പാലിക്കുന്നില്ല. അശ്രദ്ധമായ നിർമ്മാണം നടത്തുന്നതിലൂടെ വലയുന്നത് ജനങ്ങളാണ്. ഇതിപ്പോ നിരന്തരമായിട്ട് ഇതുപോലെ വെള്ളം കുടിവെള്ളമില്ല. ഇവിടെ ഈ പ്രദേശത്തൊന്നും കുടിവെള്ളമില്ല. എല്ലാ ദിവസവും ഇതുപോലെ പണി ചെയ്ത് പൈപ്പ് പൊട്ടിച്ച് പോവുകയാണ്. എന്നാൽ അത് തിരിച്ച് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി വാട്ടർ അതോറിറ്റി വിളിക്കുമ്പോൾ അവിടെ ആരുമില്ല. അവർ ചെയ്യാമെന്ന് പറയുന്നു. കഴിഞ്ഞ 3 ദിവസമായിട്ട് AE വിളിച്ചു പറയുന്നു, AHC വിളിച്ചു പറയുന്നു. ഇവിടെ പരിഹാരം കാണുന്നില്ല. നാട്ടുകാർക്ക് കുടിവെള്ളം വേണ്ട. ഒരു തുള്ളി വെള്ളം ഒരു വീട്ടിലും വരുന്നില്ല. ഇന്ന് എല്ലാ വീടുകളിലും 3, 4, 5 ടാങ്കർ ലോറിയിലാണ് കൊണ്ട് വെള്ളം അടിച്ചത്. ഇത് നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഇത് നടക്കുന്നത്. നഗരത്തിലെ കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നതോടെ വാട്ടർ അതോറിറ്റി പമ്പിംഗ് നിർത്തിവെക്കും. ഇതോടെ നഗരത്തിലും പരിസര പ്രദേശത്തും വെള്ളം ലഭിക്കാത്ത സാഹചര്യമുണ്ടാകുന്നു. MLA അടക്കം പ്രതിഷേധവുമായി എത്തിയതോടെ ഇന്ന് കളക്ടറുടെ അധ്യക്ഷതയിൽ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് മുൻകരുതലുകൾ സ്വീകരിക്കാൻ KMRL നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ഒരു 6 ഡിവിഷനും പിന്നെ ചേരനൂർ പഞ്ചായത്തിന് വെള്ള ടാങ്കറുകളിൽ വെള്ളം അടിക്കാനുള്ള സംവിധാനങ്ങൾ KWA പിന്നെ മെട്രോ ചെയ്യുന്നുണ്ട്. അതേമാതിരി പൊട്ടി ഒരു ലീക്ക് ഉണ്ടല്ലോ, അത് ഒരു വൈകുന്നേരത്തേക്ക് റിപ്പയർ ആക്കാനുള്ള എല്ലാ ശ്രമവും എടുക്കുന്നുണ്ട്. വേണ്ടത്ര മുൻകരുതലുകളില്ലാതെയുള്ള നിർമ്മാണ പ്രവർത്തനം ചെറുതല്ലാത്ത പ്രതിസന്ധിയാണ് ജനങ്ങൾക്കുണ്ടാക്കുന്നത്. വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലാത്തത് ആ പ്രതിസന്ധി ഇരട്ടിയാക്കുന്നു. ക്യാമറ പേഴ്സൺ സജിലിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.